ഈ ലോകകപ്പിൽ കിരീടം നേടാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളൊന്നായ സ്പെയിൻ ഇന്ന് സൗദി അറേബ്യയെ നേരിടുമ്പോൾ നെഞ്ചിടിപ്പിലാണ് ആരാധകർ. രാവിലെ 9:30-ക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ മികച്ച ടീമായ ഉറുഗ്വേയെ സമനിലയിൽ തളച്ചാണ് സൗദിയുടെ മുന്നേറ്റം. അതേസമയം ആദ്യമായി ലോകകപ്പ് കളിക്കുന്ന കേപ്പ് വെർദെയോട് ഗോൾ രഹിത സമനിലയിൽ കുരുങ്ങിയതും സ്പെയിനിന് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. കിരീടം നേടാൻ ഏറ്റവും സാധ്യതയുള്ള ടീമുകളിലൊന്നാണ് യൂറോ കപ്പ് ജേതാക്കൾ കൂടിയായ സ്പെയിൻ. എന്നാൽ ആദ്യ മത്സരത്തിൽ ആദ്യമായി ലോകകപ്പ് കളിക്കുന്ന കേപ്പ് വെർദെ ഈ ലോകകപ്പിലെ ഫേവററ്റുകളായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ കുരുക്കിയത് ടീമിനെയും ആരാധകരെയും ഞെട്ടിച്ചു. ആദ്യ പകുതിയിൽ പലപ്പോഴും മത്സരത്തിൽ താളം കണ്ടെത്താൻ സ്പെയിൻ വിഷമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതോടെ കേപ്പ് വെർദെ മത്സരത്തിൽ പിടിമുറുക്കുകയായിരുന്നു. രണ്ടാം പകുതിയിൽ പൂർണ്ണമായും പ്രതിരോധത്തിലൂന്നിയ പ്രകടനമാണ് കേപ്പ് വെർദെ പരീക്ഷിച്ചത്. യുവതാരം ലാമിൻ യമാലും നിക്കോ വില്യംസും കളത്തിലിറങ്ങിയതോടെ സ്പെയിനിന്റെ കളി മെച്ചപ്പെട്ടെങ്കിലും കേപ്പ് വെർദെയുടെ ശക്തമായ പ്രതിരോധ നിരയെ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മുന്നേറ്റ നിര താരം ഒയർസബാലിന്റെ മോശം പ്രകടനവും പെഡ്രി അടക്കമുള്ള മധ്യനിരയ്ക്ക് താളം കണ്ടെത്താൻ സാധിക്കാത്തതും സ്പാനിഷ് പടയ്ക്ക് തിരിച്ചടിയായി. ഒടുവിൽ ഇരു ടീമുകളും പോയിന്റ് പങ്കിട്ട് പിരിയുകയായിരുന്നു. അതേസമയം 2022 ലോകകപ്പിൽ അർജന്റീനയെ അട്ടിമറിച്ച സൗദി അറേബ്യ ഇത്തവണ കൂടുതൽ കരുത്തോടെയാണ് ലോകകപ്പിലെത്തിയത്. ഗ്രൂപ്പ് എച്ച് പോരാട്ടത്തിലെ ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് സമനില വഴങ്ങി മുൻ ചാമ്പ്യന്മാരായ ഉറുഗ്വേ രക്ഷപ്പെട്ടതാണ് ശ്രദ്ധേയം. ഇരു ടീമുകളും ഓരോ ഗോളടിച്ച് പിരിയുകയായിരുന്നു. കളിയിലുടനീളം ആധിപത്യം പുലർത്തിയ ഉറുഗ്വേ തന്നെയായിരുന്നു. എന്നാൽ മികച്ച പ്രതിരോധത്തിലൂടെ സൗദി അവരെ തളച്ചു. ഇതോടെ ഗ്രൂപ്പ് എച്ചിലെ പോരാട്ടങ്ങൾ പ്രവചനാതീതവുമായി. പരിശീലകൻ ജോർജിയോസ് ഡോണിസിന്റെ കീഴിൽ സൗദി ടീം സ്പെയിനിനെതിരെയുള്ള പ്രത്യേക തന്ത്രങ്ങൾ മെനഞ്ഞാണ് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത്. ഗോൾ കീപ്പർ അബ്ദുൾ റഹ്മാൻ അൽ സാൻബിയുടെ പരിക്ക് സൗദി ക്യാമ്പിൽ ചെറിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും യൂറോപ്യൻ വമ്പന്മാർക്കെതിരെ അട്ടിമറി വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. ചരിത്രപരമായി നോക്കുമ്പോൾ സൗദി അറേബ്യ കളിച്ച അവസാന 11 ലോകകപ്പ് മത്സരങ്ങളിൽ 10ലും യൂറോപ്യൻ ടീമുകളോട് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വസ്തുത. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.